ഇസ്രായേൽ ജനത്തെക്കുറിച്ച് മറ്റ് ജനവിഭാഗങ്ങൾ പറയുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. തങ്ങളുടെ ദൈവം ഇത്ര സമീപസ്ഥനായിരിക്കുന്ന മറ്റൊരു ജനവിഭാഗം വേറെയില്ല. ഓർക്കണം, ക്രിസ്ത്യാനികളായ നമ്മളെക്കുറിച്ചും മറ്റ് ജനവിഭാഗങ്ങൾ ഇങ്ങനെ തന്നെ പറയുന്നുണ്ട്. ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതം ആഴ്ചയിലെ 7 ദിവസവും ദേവാലയവുമായിട്ട് ബന്ധപ്പെട്ടാണ് ക്രമീകരിച്ചിരിക്കുന്നത് എന്ന് നോക്കിയാൽ മനസ്സിലാകുന്നതാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ? കർത്താവ് ഭവനം പണിയുന്നില്ലെങ്കിൽ പണിക്കാരൻ വെറുതെ അധ്വാനിക്കുകയാണെന്നും, കർത്താവ് കാവലിരിക്കുന്നില്ലെങ്കിൽ കാവൽക്കാരൻ വെറുതെ ഉറക്കമിളക്കുകയാണ് എന്നും നമ്മൾ വിശ്വസിക്കുന്നു. ഇസ്രായേലിനുണ്ടായിരുന്ന നിയമം നമ്മൾ മനസ്സിൽ നമ്മുടെ നിയമമായിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും കർത്താവ് നമ്മളോടുകൂടെയുണ്ട് എന്നൊരു ബോധം ഒരു നല്ല ക്രിസ്ത്യാനിക്ക് എപ്പോഴുമുണ്ട്. ആ നല്ല എന്ന പ്രയോഗം സ്വയം ഉപയോഗിക്കാൻ പറ്റാത്തവരെന്ന് തോന്നുന്നവർക്ക് പോലും ഈ ബോധം പലപ്പോഴായിട്ട് ഉണർന്നു വരുന്നുണ്ട് എന്നതും നമ്മൾ അറിയണം. ഇത് നമ്മുടെ വലിയൊരു നല്ല മാതൃകയാണ്. മറ്റ് സമൂഹങ്ങൾ ഇത് അറിയുകയും അംഗീകരിക്കുകയും ചെയ്യുന്നു എന്നതിൻ്റെ തെളിവാണ് പലരും ഇത് അംഗീകരിക്കുന്നു എന്നുള്ളത്, പലരും ഇതിനെ അനുകരിക്കുന്നു എന്നത്. അനുകരണമാണല്ലോ ഏറ്റവും നല്ല ആദരവ്. മറ്റുള്ളവരുടെ ദേവാലയങ്ങളിൽ ഇപ്പോൾ അനുദിനമുള്ള ശുശ്രൂഷകൾ കൂടിക്കൂടി വരികയാണ്. അത് നമ്മിൽ നിന്ന് പഠിച്ച ഒരു നല്ല മാതൃകയാണ്. ഇങ്ങനെ വേറെ പല കാര്യങ്ങളിലും നമ്മുടെ സഭ മറ്റ് സമൂഹങ്ങൾക്ക് നല്ല മാതൃകയായിട്ട് മുന്നിലുണ്ട്. ഇതിനെക്കുറിച്ച് നമുക്ക് ബോധ്യമുണ്ടാകണം. പ്രത്യേകിച്ച് സഭയ്ക്ക് അത്ര ക്ഷേമകാലമല്ല എന്ന് നമ്മൾ കരുതിപ്പോകുന്ന ഈ കാലയളവിൽ. അപ്പോൾ അത് എങ്ങനെ സാധിക്കും? കർത്താവ് പറഞ്ഞിട്ടുണ്ട്, വലത് കൈ ചെയ്യുന്നത് എന്താണ് എന്ന് ഇടത് കൈ അറിയേണ്ട കാര്യമില്ല എന്ന്. ഈ അടുത്ത ദിവസം ഒരാൾ ഒരു യോഗത്തിൽ പറഞ്ഞപ്പോൾ ഞാൻ സ്തംഭിച്ചിരുന്നു പോയി. അദ്ദേഹം പറഞ്ഞു, വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയേണ്ട എന്നത് ശരി തന്നെ. വലത് കൈ ചെയ്യുന്നത് എന്താണ് എന്ന് വലത് കൈയെങ്കിലും അറിയേണ്ടേ എന്ന്. അതായത് നമ്മൾ ചെയ്യുന്ന നന്മകൾ നമ്മളെങ്കിലും അറിയണം, നമ്മുടെ ആൾക്കാർ അറിയണം, എങ്കിലേ നമുക്ക് ആത്മാവബോധമുണ്ടാകും. സഭ അന്യം നിന്ന് പോകുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ അങ്ങനെ ആക്കണമെന്ന് പലരും വളരെയധികം ശ്രമങ്ങൾ നടക്കുന്ന ഈ നേരത്ത് നമ്മൾ ചെയ്യുന്ന നന്മകളെക്കുറിച്ച് നമുക്ക് ബോധ്യമുണ്ടാവുകയും നമ്മൾ നല്ല ആത്മാവബോധം സൃഷ്ടിച്ചെടുക്കുകയും ചെയ്യേണ്ടത് ഉണ്ട്. പ്രത്യേകിച്ച് അറിയേണ്ട കാര്യമാണത്. ദൈവം സർവജ്ഞനാണ്, സർവ്വവ്യാപിയാണ്. എല്ലായിടത്തും എല്ലാം അറിയുന്നു, എല്ലായിടത്തുമുണ്ട്. എന്നാൽ ക്രിസ്മസ് കാലത്തിൻ്റെ പ്രത്യേകത, ദൈവം വളരെ സ്പർശനീയമായ തരത്തിൽ തൊട്ടു നോക്കാൻ പാകത്തിൽ നമ്മോട് ഒപ്പം എത്തിയിരിക്കുന്നു എന്ന വലിയ കാര്യമാണ്. ദൈവത്തിന് കണ്ണുണ്ട്, ദൈവത്തിന് കാതുണ്ട്, ദൈവത്തിന് ഹൃദയമുണ്ട്. അധ്വാനിക്കുന്നവർ, ഭാരം വഹിക്കുന്നവർ അടുത്ത് ചെല്ലാൻ അവിടുന്ന് വിളിക്കുന്നുണ്ട്, അനുവദിക്കുന്നുണ്ട്, അനുഗ്രഹിക്കുന്നുണ്ട്. ഇത് നമ്മൾ അറിയാൻ വേണ്ടിയിട്ടുള്ള അവസരമായിട്ട് ആ ബോധം ഉണർത്തിയെടുക്കുവാൻ വേണ്ടിയിട്ടാണ് പുൽക്കൂടിലെ ഉണ്ണി നമ്മെ ക്ഷണിക്കുന്നത്. അറിയണം ഇക്കാലത്തിൻ്റെ കൗശലം കൊണ്ട് പലപ്പോഴും, പിന്നെ കരുത്തുകൊണ്ടും മനുഷ്യരെ തമ്മിലിങ്ങനെ വകഞ്ഞു മാറ്റാനും ചേരിതിരിക്കാനും ഒക്കെ വലിയ ശ്രമങ്ങൾ നടക്കുന്ന ഇക്കാലത്ത് ക്രിസ്മസ് നമ്മളോട് പറയുന്നത് നമ്മൾ കൂടെയായിരിക്കാനാണ്. സമാധാനപൂർവകമായ സഹവാസം സാധ്യമാണ് എന്ന വലിയ സത്യമാണ്. അതാണ് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ജീവന തത്വം. സമാധാനപൂർവകമായ സഹവാസമാണ്. നീ എൻ്റെ ഭാഗമല്ല, ഞാൻ വേറെയാണ് എന്ന ചിന്തയ്ക്ക് പകരം നീയും ഞാനും ഒരുമിച്ച് നമുക്ക് ആകാം എന്നുള്ളതാണ്. ഓർക്കുക, ഒതുങ്ങിയിരുന്നാൽ
ഒരാളെ കൂടി ഇരുത്താം, ഒരുമിച്ചിരുത്താം. വന്ന കാലിൽ നിൽക്കാൻ ഒരാളെ അനുവദിക്കാതിരിക്കുകയും ചെയ്യാം. ആവർത്തിക്കുകയാണ്, ഒതുങ്ങിയിരുന്നാൽ ഒരാളെ കൂടി ഇരുത്താം, ഒരുമിച്ചിരിക്കാം, വന്ന കാലിൽ ഒരാൾ നിൽക്കേണ്ടി വരുന്നുമില്ല. അപ്പോൾ ആ ഒരു രീതിയിൽ ചിന്തിക്കാൻ ഒരാളോടും നമുക്ക് പറയേണ്ടി വരില്ല, ഇവിടെ നിങ്ങൾക്ക് ഇടമില്ല എന്ന്. കാരണം അവൻ ഞാനാണ്, ഞാൻ അവനുമാണ്. ദൈവം അതാണ് നമ്മൾ പഠിപ്പിക്കുന്നത്, കൂടെയായിരിക്കാനായിട്ട്. അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടത്? പുൽക്കൂട്ടിൽ പിറന്ന ഉണ്ണീശോ ദൈവം കൂടെയായിരിക്കുന്നു, ഇമ്മാനുവേലായിരിക്കുന്നു എന്നതിൻ്റെ പ്രത്യക്ഷ ഉദാഹരണമാണ്. ആ കുഞ്ഞേശുവിനെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുന്ന നമ്മൾ മറ്റ് മനുഷ്യരുടെ സന്താപങ്ങളിലേക്കും സന്തോഷങ്ങളിലേക്കും അവരുടെ പ്രത്യാശകളിലേക്കും ആശങ്കകളിലേക്കും ഉണ്ണിയെയും കൊണ്ട് ഇറങ്ങിത്തിരിക്കാനായിട്ടുള്ള അതിർത്തികളിലേക്ക്, എല്ലാ അതിർത്തികളും ഭേദിച്ചുകൊണ്ട് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഹൃദയവിശാലതയിലേക്ക് ഉണ്ണീശോ ക്ഷണിക്കുന്നു. ആ ഉണ്ണിയേശുവിൻ്റെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഇരിക്കുന്നതിന് പകരം ദൈവവചനവും ഉള്ളിൽ പേറിക്കൊണ്ട് ദൈവത്തിൻ്റെ സുവിശേഷവും, പിതാവ് ഏകനാണ്, നമ്മളെല്ലാവരും മക്കളാണ്, അവിടത്തേക്ക് നമ്മോട് കരുതലുണ്ട് എന്നുള്ള ആ സന്തോഷം പകരാനായിട്ട് നമുക്കൊരുമിച്ച് മുന്നോട്ട് നീങ്ങാം. ഇതാണ് ക്രിസ്മസിന് എനിക്ക് നിങ്ങൾക്ക് തരാനായിട്ടുള്ള വലിയ സന്തോഷത്തിൻ്റെ വാർത്ത. വചനം സത്യമാണ്, വചനം വഴിയാണ്, വചനം ജീവനാണ് എന്ന ധാരണ എല്ലാ മനുഷ്യരിലും എത്തിക്കുവാനും ആ വചനത്തിന് വേണ്ടി താനും തനിക്കുള്ളത് എല്ലാം ആ വചനത്തിന് വേണ്ടി പൂർണ്ണമായിട്ട് സമർപ്പിക്കുവാനായിട്ടും യത്നിക്കുന്ന ഷാലോമിൻ്റെ എല്ലാ നല്ല പ്രവർത്തകർക്കും, ഷാലോം വഴി ആ വചനം സ്വീകരിക്കുന്ന സർവ്വ വിശ്വാസികൾക്കും, നല്ല മനസ്സുള്ള സർവർക്കും ഉണ്ണിയേശുവിൻ്റെ ആ വരവിൻ്റെ ആഘോഷത്തിന്, ക്രിസ്മസ് പ്രത്യേകിച്ചും ഈ ഫോർട്ട് കൊച്ചി ഞങ്ങൾ അനേക ലക്ഷം മനുഷ്യർ ഈ ദിവസങ്ങളിൽ ഇവിടെ അതിഥികളായിട്ട് സ്വീകരിക്കുന്നു. അവരുടെ പേരിൽ ഞാൻ നിങ്ങൾക്ക് ആശംസിക്കുകയാണ്. ദൈവം നമ്മോടുകൂടെയുണ്ട്, നമ്മോടുകൂടെയുണ്ട്, എപ്പോഴും എല്ലായ്പ്പോഴും നമ്മോടുകൂടെയുണ്ട് എന്ന തോന്നൽ നമുക്കുണ്ടാകട്ടെ. അത് ഉറപ്പാകട്ടെ. അത് മറ്റുള്ള മനുഷ്യരിലേക്ക് പ്രസരിപ്പിക്കാൻ ഒരു പുഞ്ചിരി, ഒരു സ്നേഹസ്പർശം എപ്പോഴും എല്ലായിടത്തും നൽകാൻ നമുക്ക് സാധിക്കട്ടെ.